ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. റോമർക്കെതിരെ ലേഖന പഠനം അതിൻ്റെ 108 അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിലൂടെ നൽകപ്പെട്ട പുതിയ നിയമത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു ലേഖനം, റോമർ എഴുതിയ ലേഖനം. റോമിലുള്ള വിശുദ്ധന്മാർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ നൽകിക്കൊടുക്കുന്ന ദൈവീകമായിട്ടുള്ള സത്യങ്ങൾ, എല്ലാ ദൈവമക്കൾക്കും വളരെ വളരെ ആവശ്യമായിരിക്കുന്ന അടിസ്ഥാന സത്യങ്ങൾ. വിശ്വാസത്താലുള്ള നീതീകരണം, ഇതെങ്ങനെ പ്രാപിക്കാം, ഇതിൻ്റെ ആവശ്യമെന്ത് എന്നുള്ളതെല്ലാം വിശദമായി അവതരിപ്പിക്കുന്ന പുസ്തകം. നാം ഇപ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വേദഭാഗത്തിൽ, നാം 108 അവതരണത്തിലാണ്. ബൈബിളിലെ തന്നെ ഏറ്റവും കഠിനമേറിയ, ഏറ്റവും ദുരുപയോഗിക്കപ്പെട്ട, തെറ്റിദ്ധരിക്കപ്പെട്ട, തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട അനേകം ദുരുപദേശങ്ങൾക്ക് അടിസ്ഥാനമായി മനുഷ്യർ ദുരുപയോഗിച്ചിട്ടുള്ള വേദഭാഗമാണ് റോമലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെ. ഈ വേദഭാഗത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ആദാമിൽ നഷ്ടപ്പെട്ടത് ദൈവം എപ്രകാരമാണ് രണ്ടാം ആദാമായ കർത്താവ് യേശുക്രിസ്തുവിൽ പുനഃസ്ഥാപിച്ചു തന്നത്. ആദാമിൽ നഷ്ടപ്പെട്ടതിനും വളരെ അധികമായി ദൈവം കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ നൽകി തരികയാണ്. അപ്പോൾ ആദാമും ക്രിസ്തുവും തമ്മിലുള്ള ഒരു താരതമ്യത്തെ ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇപ്പം സാധാരണ നിലയിൽ ഒരു ചോദ്യം പലപ്പോഴും ഉന്നയിക്കപ്പെടാറുണ്ട്, ആദാം പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ഇതൊരു ചോദ്യം പലപ്പോഴും ചിലരുടെ മനസ്സിലോ ചിലപ്പോൾ ഉന്നയിക്കപ്പെടാറുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം, ആദാം പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു അവസ്ഥ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ആദാം പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആദാം മരിക്കില്ലായിരുന്നു. ആദാം ഹാനോക്കിനെ പോലെയോ ഏലിയാവിനെ പോലെയോ നിത്യമായി സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ടേനെ. പാപം ചെയ്യാത്തതുകൊണ്ട് മരണമില്ല, നിത്യമായി ജീവിക്കാൻ ഇടവന്നേനെ. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും അറിയാൻ ആഗ്രഹിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ മറുവശമുണ്ട്. അത്, ആദാം പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കാണുന്ന ലോകം ഈ തരത്തിൽ തന്നെ ആയിരിക്കുമോ? ലോകത്തിൻ്റെ ഗതി ഇപ്രകാരം തന്നെ ആയിരിക്കുമോ ആദാം പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ? ഇതൊരു ചോദ്യമാണ്, അത് ഒരു സാങ്കല്പിക ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എളുപ്പമല്ല. കാരണം ആദാം പാപം ചെയ്തു. ആദാം പാപം ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ആദാം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ഭൂമി ഒരിക്കലും ഇങ്ങനെ ആകുമായിരുന്നില്ല. ഈ ശാപം ഭൂമിക്ക് അനുഭവിക്കേണ്ടി വരില്ല. പക്ഷെ ആദാം പാപം ചെയ്തു. നാം എപ്പോഴും ഓർക്കും, ആദാം പാപം ചെയ്ത് ഭൂമി ഈ വിധത്തിൽ തരം താഴ്ത്തി തള്ളിക്കളഞ്ഞ് അപമാനിച്ച് ഭൂമിയെ ദുരുപയോഗിച്ച് ഈ തരത്തിലാക്കിയില്ലായിരുന്നെങ്കിൽ, അതവൻ്റെ മക്കൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, മക്കളും മക്കളുടെ മക്കളും ചെറുമക്കളുമായിട്ടുള്ളവർ ചെയ്തില്ലായിരുന്നെങ്കിൽ, നിങ്ങളും ഞാനും ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരവസ്ഥ ഉണ്ടായത്. പക്ഷേ എന്താ സംഭവം? ആദാം പാപം ചെയ്തില്ലെങ്കിൽ ആദാമിൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരവസരം നമ്മളാണെങ്കിൽ പോലും ഒരു പക്ഷേ പാപം ചെയ്തെന്ന് വരാം. ഇപ്പോൾ വാസ്തവം, യാഥാർത്ഥ്യം സംഭവിച്ചത് എന്താണ്? ആദാം പാപം ചെയ്തു. ഇപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ ഉദ്ദേശം ആദാമിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, എന്നാലും നാണക്കേടല്ലേ ആദാമേ, നീ കാരണം ഈ ലോകം ഈ ഗതിയിലായല്ലോ എന്ന് ആദാമിനെ കുറ്റപ്പെടുത്തുവാനല്ല നാം വചനം പഠിക്കുന്നത്. ഈ വചനപാഠത്തിൻ്റെ ഉദ്ദേശം അത് തന്നെയല്ല. ഒരിക്കലും അങ്ങനെയല്ല. നാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ ആദാമിൻ്റെ കാൽച്ചുവടുകളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ആദാമിൻ്റെ ചുവടുകളിലൂടെ റോമലേഖനം 3:21 വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. ദൈവ തേജസ്, അതായത് തേജസ്വരൂപനായി ദൈവത്തിൻ്റെ സമ്പർക്കം അനുഭവിക്കാൻ കഴിയാതെ വണ്ണം പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന അവസ്ഥയാണ് മനുഷ്യന്. ഇതിന് തേജസ്സേറിയ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു വ്യത്യാസവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഭയാനകമായ ഭവിഷ്യത്താണ് ഭൗതികമായ മരണം. നമ്മുടെ കൺമുമ്പിൽ ദിവസവും പത്രത്തിൻ്റെ ഒരു പേജ് നിറയെ, ഒരു പേജ് തീരാത്തതുകൊണ്ട് മറ്റ് പേജുകളിൽ വരെ ചിലപ്പോൾ മരിച്ചവിടെ കുറച്ച് പേരുടെ പേരുകളും പടങ്ങളും കാണാം. പത്രത്തിൽ വരാത്ത എത്രയോ മരണങ്ങൾ ഓരോ ദിവസവും നടക്കുന്നു. യുദ്ധത്തിൽ 10,000-കണക്കിന് മരിച്ചു. ഏതെല്ലാം അപകടങ്ങൾ, ഏതെല്ലാം തരത്തിൽ ദിവസവും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഭൂമത്ത് മരിച്ചു വീഴുന്നത്. പാപം കൊണ്ടുവന്ന ഏറ്റവും വലിയ ദുരന്തം. മാത്രമല്ല ആത്മീക മരണം. ആത്മീകമായ എല്ലാ ചൈതന്യവും നഷ്ടപ്പെട്ട്, എല്ലാ ബോധവും നഷ്ടപ്പെട്ട്, ദൈവത്തോടുള്ള ബന്ധമില്ലാതെ മരിച്ചു കിടക്കുന്ന, ആത്മീക തലത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യർ. റോമർ 6:23, റോമർ 3:23, റോമർ 6:23. നമ്മുടെ പ്രാണൻ അപകടത്തിലെത്തിയിരിക്കുന്നു. മാത്രമല്ല അവസാന രണ്ടാം മരണം, തീക്കുണ്ടത്തിൽ, അഗ്നികുണ്ടത്തിൽ ചെന്ന് വീഴുന്ന, തീപ്പൊയ്കയിൽ വീഴുന്ന മരണം. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 14. ഇതൊക്കെ പാപം കൊണ്ടുവന്ന അവസ്ഥകളാണ്, പാപത്തിൻ്റെ അവസ്ഥകളാണ്. അപ്പോൾ നമ്മൾ റോമലേഖനം 5-ാം അധ്യായം 12 മുതൽ 20 നമ്മൾ പഠിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടുന്നു, ഏക പ്രത്യാശ,
ഈ ദുരന്തത്തിൽ നിന്ന്, ഈ ദുരിതപൂർണമായ ലോകത്തിൽ നിന്ന് മനുഷ്യരുടെ ഏക പ്രത്യാശ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവ് യേശു മാത്രമാണ് സ്വർഗത്തിൽ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഏക രക്ഷാനാമം. ഏക മനുഷ്യൻ ആദാമിനാൽ പാപം ലോകത്തിലേക്ക് കടന്നു. അതേ സമയത്ത് മറ്റൊരു മനുഷ്യരായി കടന്ന മറ്റൊരു വ്യക്തി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ ലോകത്തിൽ നൽകപ്പെട്ടു. ഇപ്പം നാം തീരുമാനിക്കാം, ആദാമിൻ്റെ പാത പിന്തുടരണോ ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരണമോ. അത് നമ്മുടെ തീരുമാനമാണ്. നമുക്ക് വ്യക്തിപരമായി തീരുമാനിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ആ കഴിവോടുകൂടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആദാമിൻ്റെ പാത പിന്തുടരണോ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരണോ. അപ്പോൾ ഇവിടെ വ്യക്തമായി ആദാമും ക്രിസ്തുവും തമ്മിൽ താരതമ്യം ചെയ്യപ്പെടുകയാണ്. പൗലോസ് കാണിച്ചിരിക്കുകയാണ്, ദൈവാത്മാവ് കാണിച്ചിരിക്കുകയാണ് ആദാമിൽ നഷ്ടപ്പെട്ടത് ക്രിസ്തുവിൽ ദൈവം പുനഃസ്ഥാപിച്ചിരുന്നത് എങ്ങനെയാണ്. അപ്പോൾ ആദാം ഒരു മാതൃകയായി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആദാമിലൂടെ മനുഷ്യകുലം മുഴുവൻ മരിച്ചു. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ എന്നാണ് വചനം പറയുന്നത്. അത് മനുഷ്യൻ്റെ പതനത്തെ കാണിക്കുന്നു. റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-20 വരെയുള്ള ആദ്യ ഭാഗത്തിൽ മനുഷ്യൻ്റെ പതനം, വീഴ്ച, താഴ്ച, ദൈവത്തിൻ്റെ ക്രോധം ഏറ്റുവാങ്ങുന്ന അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യകുലം വ്യക്തമായി പൗലോസ് കാണിച്ചു തന്നു. കർത്താവ് യേശുക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തെ ഈ അവസ്ഥയിൽ നിന്ന്, തരം താഴ്ന്ന് വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് ജീവൻ നൽകി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അവരെ എഴുന്നേൽപ്പിക്കുന്നത് ദൈവം കാണിച്ചു തന്നു. റോമലേഖനം 3-21 മുതൽ 5-11 വരെ ക്രിസ്തുവിൽ നാം ജീവിപ്പിക്കപ്പെടുന്നു. താഴെ വീണ് കിടക്കുന്ന നമ്മെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നു, അവിടുന്ന് ഉയർപ്പിക്കുന്നു. ജീവൻ്റെ അനുഭവത്തിലേക്ക്, നമ്മുടെ യഥാസ്ഥാനത്തിലേക്ക്, നമ്മൾ വീണുപോയ സ്ഥലത്ത് നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് നമ്മളായിരിക്കേണ്ട സ്ഥലത്തേക്ക് ഉയർപ്പിക്കുകയാണ് ക്രിസ്തുവിലൂടെ. അതാണ് റോമലേഖനം 3-21 മുതൽ 5-11 വരെ. ഇത് തന്നെയാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മുടെ മേൽ കരുണാസമ്പന്നനായ ദൈവം ക്രിസ്തുവിൻ്റെ ചൊരിഞ്ഞ കൃപ, വീണ്ടും ജനനം, കൃപയാൽ ലഭിച്ച അനുഭവം. എബ്രായ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 15 വരെ ഈ അവസ്ഥ പറയുകയാണ്. ഇപ്പോൾ റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെ വേദഭാഗങ്ങളിൽ പഠിപ്പിക്കുന്ന മറ്റൊന്ന് ആദാമിൻ്റെ പാപത്തിൻ്റെ സ്വാധീനം, ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സ്വാധീനം. അത് തമ്മിൽ എടുത്തു കാണിക്കുകയാണ്. ആദാമിൻ്റെ പാപം കൊണ്ടുവന്ന സ്വാധീനം മനുഷ്യകുലത്തിൽ എങ്ങനെയാണ്, ക്രിസ്തുവിൻ്റെ മരണം കൊണ്ടുവന്ന സ്വാധീനം, എഫക്റ്റ് എന്താണ്. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സ്വാധീനം ആദാം കൊണ്ടുവന്നതായ എല്ലാ തകർച്ചകളെയും, എല്ലാ തരത്തിലുള്ള വീഴ്ചകളെയും കുറവുകളെയും പരിഹരിക്കുവാനും അതിൽ അപ്പുറമായി സഹായിക്കാനും പര്യാപ്തമാണ് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സ്വാധീനം. 3-ാമത് വേദഭാഗം പഠിപ്പിക്കുന്നത്, ഇതിൽ രത്നച്ചുരുക്കമായി പഠിപ്പിക്കുന്ന ആദാമും ക്രിസ്തുവും തമ്മിലുള്ള ആ ഒരു താരതമ്യത്തിൽ മനുഷ്യവർഗത്തിൻ്റെ ആ നിത്യമായ യാത്രയിൽ എന്തുമാത്രം സ്വാധീനമാണ് ഈ രണ്ടുപേരുടെയും പ്രവൃത്തികളിൽ വരുത്തിയത്. ഒരു താരതമ്യത്തെക്കാൾ ഉപരി ആദാമിൻ്റെ പാപം കൊണ്ടുവന്ന അവസ്ഥയും ക്രിസ്തുവിൻ്റെ മരണം കൊണ്ടുവന്ന അവസ്ഥയുടെയും സ്വാധീനം നിത്യത വരെയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു. അപ്പോൾ ഈ വേദഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായിരിക്കുന്ന കാര്യം, പൗലോസ് മറ്റു പുതിയ എഴുത്തുകാരെ പോലെ, അതേ ദൈവശ്വാസീയരായ പുതിയ എഴുത്തുകാരെ പോലെ ബൈബിളിൻ്റെ ചരിത്ര സത്യത്തെ ഉറപ്പിക്കുകയാണ്. കാരണം ലോകത്തിലെ അനേകങ്ങൾ മനുഷ്യൻ്റെ ആരംഭത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ, മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ച് ആധികാരികമായി പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആ വാസ്തവികതയെ, സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന, നിഷേധിക്കുന്ന, കളിയാക്കുന്ന അനേകരുണ്ട്. ആദാമിന് മുമ്പേ മനുഷ്യരുണ്ടായിരുന്നു, ആദാമിനെ ബൈബിളിൽ പറയുന്ന പോലെയല്ല സൃഷ്ടിച്ചത്, ആദ്യ മനുഷ്യൻ ആദാമല്ല എന്നൊക്കെ പറയുന്ന പല ചിന്തകളുണ്ട്. അതിനെല്ലാം വിപരീതമായി പൗലോസ് വ്യക്തമായി പറയുകയാണ്, ആദ്യ മനുഷ്യൻ ആദാം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ വസ്തുതകൾ, ഉൽപ്പത്തി പുസ്തകത്തിലെ സത്യം ചരിത്ര സത്യമാണ് എന്നുറപ്പിക്കുന്നു. മറ്റനേക വേദഭാഗങ്ങളുള്ളതുപോലെ മത്തായി 19 വിവാഹത്തെക്കുറിച്ച് ക്രിസ്തു പറയുമ്പോൾ ആദിയിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴും ഏദൻ തോട്ടത്തിലെ അനുഭവത്തെക്കുറിച്ചാണ് ക്രിസ്തുവും പരാമർശിച്ചത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് സത്യമാണെന്ന് ക്രിസ്തു പറഞ്ഞു. ലൂക്കോസ് 3:38 ക്രിസ്തുവിൻ്റെ വംശാവലി അവതരിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകനായ ആദാമിൻ്റെ വംശപാരമ്പര്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ആ ചരിത്രം കാണാം. ലൂക്കോസ് 3:38. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയും കാണാം. അവിടെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോഴും അവിടെ വ്യക്തമായിട്ട് പുതിയ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചരിത്ര സത്യങ്ങൾ വാസ്തവമാണെന്ന് കാണിക്കുകയാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 7 മുതൽ പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാകിയാൽ മൂടുപട വിടേണ്ടതല്ല, സ്ത്രീയോ പുരുഷൻ്റെ തേജസ്സാകുന്നു. പുരുഷൻ സ്ത്രീയിൽ അല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്ന് അത്രയുണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനത ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച വിധത്തെ കൊരിന്ത്യലേഖനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ചരിത്ര സത്യമാണ്. കൂടാതെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 21-ാം വാക്യം,
1 കൊരിന്ത്യർ 15:21 ഇതേപോലെ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം ഓർമ്മിപ്പിക്കപ്പെടുന്നു. അവിടെ വ്യക്തമായി പറയുന്നു, മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ അവിടെയും ആദാമിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആദാമിനെ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ചരിത്ര സത്യമാണ്. 1 കൊരിന്ത്യർ 15:45 മുതൽ 49 വരെ ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവാണ്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അവതരിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 15:3 ഹവ ഉപായത്താൽ ചതിക്കപ്പെട്ടതിനെക്കുറിച്ച് പറയും. 1 തിമോത്തിയോസ് 2 12 മുതൽ 15 വരെ ഹവയത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് 1 തിമോത്തിയോസ് 2 12 മുതൽ 15 വരെ ഈ പറയുന്ന വേദഭാഗങ്ങളിലെല്ലാം പുതിയ നിയമത്തിൽ ഉൽപ്പത്തി 1 മുതൽ 3-24 വരെ എഴുതിയിരിക്കുന്ന ചരിത്ര സത്യങ്ങൾ വാസ്തവമാണ്, കെട്ടുകഥയല്ല, സങ്കല്പമല്ല. മനുഷ്യൻ്റെ ആരംഭത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നതാണ് സത്യം എന്നുള്ളത് വ്യക്തമാണ്. ഒരു മനസ്സിലൊരു ചാർട്ട് പോലെ ചിന്തിക്കുക. ഒരു വശത്ത് ആദാം, ഒരു വശത്ത് ക്രിസ്തു. ആദാമിലൂടെ മനുഷ്യകുലത്തിൽ ലഭിച്ചത് എന്താണ്? മറുവശത്ത് ക്രിസ്തുവിലൂടെ ലഭിച്ചത് എന്താണ്? ആദ്യ മനുഷ്യനായ ആദാമിലൂടെ, ആദാമിൻ്റെ പാപത്തിലൂടെ, ലംഘനത്തിലൂടെ, അനുസരണക്കേടിലൂടെ മനുഷ്യ ചരിത്രത്തിൽ കടന്നു വന്നത് എന്താണ്? ആദാമിൻ്റെ പരാജയം കൊണ്ടുവന്നത് എന്താണ്? പാപം, ന്യായവിധി, ശിക്ഷാവിധി, മരണം. മറുവശത്ത് ക്രിസ്തു എന്ന ഏകമനുഷ്യൻ. ആ ഏകമനുഷ്യൻ്റെ അനുസരണത്താൽ, നീതിയാൽ ലോകത്തിൽ ലഭിച്ചതെന്താണ്? എന്ത് പദവിയാണ്? നീതീകരണം, വിശ്വാസം, കൃപ, ഒരു സൗജന്യമായ ദാനം, ജീവൻ. ഇതൊക്കെ ക്രിസ്തുവിലൂടെ നൽകപ്പെടും. അപ്പോൾ 2 വശത്ത് ഈ അധ്യായം പഠിപ്പിക്കുന്നതാണ് ആദാമും ക്രിസ്തുവും തമ്മിലുള്ള താരതമ്യം. അപ്പോൾ ഈ 2 ആദാം, ഇപ്പം നമ്മുടെ വേദഭാഗം റോമലേഖനം 5:12 മുതൽ 21 വരെ ആദ്യ സാമ്യം, പിന്നെ വൈപരീത്യം അഥവാ വിപരീതം. ആദാമും ക്രിസ്തുവും തമ്മിലുള്ള വൈരുദ്ധ്യം എന്താണ്? വ്യത്യാസം എന്താണ്? മറുവശത്ത് ആദാമും ക്രിസ്തു തമ്മിലുള്ള താരതമ്യം എന്താണ്? ഇതാണ് ഈ വേദഭാഗത്തിൽ പ്രധാനമായി കൈകാര്യം ചെയ്യുന്നത്. ഈ വിഷയം തന്നെ ഇതേപോലെ തന്നെ പൗലോസ് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15 ആദാമും ക്രിസ്തുവും തമ്മിലുള്ളൊരു താരതമ്യം നടത്തിയിട്ടുണ്ട്. റോമാലേഖനത്തിന് മുമ്പ് എഴുതപ്പെട്ട പുസ്തകമാണ് കൊരിന്ത്യ ലേഖനം. 1 കൊരിന്ത്യർ 15 21-22 മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഒരു താരതമ്യമാണ്. എന്നിട്ട് അതിൻ്റെ 45, 47, 49 വാക്യങ്ങൾ. 45 ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എഴുതിയിരിക്കുന്നതല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആദാം എന്നാണ് യേശുവിനെ വിശേഷിപ്പിച്ചത്. അതിൻ്റെ 47 വാക്യം. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. 49 വാക്യം. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കുക. അവിടെയും പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15 ഈ 21 മുതൽ 22 വരെ 45, 47, 49 വാക്യങ്ങളിൽ ആദാമും ക്രിസ്തുവും തമ്മിലുള്ളൊരു താരതമ്യത്തെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യ മനുഷ്യനായ ഭൂമിയിലെ മനുഷ്യകുലത്തിൻ്റെ പിതാവാണ്. ഭൗമികമായി മനുഷ്യകുലത്തിൻ്റെ പിതാവാണ്. മനുഷ്യരെ നാശത്തിലേക്ക് തള്ളിയിട്ടതിൻ്റെ കാരണക്കാരൻ. പക്ഷെ ഒടുക്കത്തെ ആദാം ക്രിസ്തു ആത്മീയ കുടുംബത്തിൻ്റെ പിതാവാണ്. ആത്മീയ കുടുംബത്തിൻ്റെ കാരണക്കാരാണ്. ആത്മീയ കുടുംബത്തിൻ്റെ തലയാണ്. ആദാം മാനുഷികമായ കുടുംബത്തിൻ്റെ തലയായി നിൽക്കുമ്പോൾ ക്രിസ്തു ആത്മീയ കുടുംബ തലയാണ്. അതായത് സഭ ജീവന് വേണ്ടി മാറ്റപ്പെട്ട ആത്മീയ കുടുംബത്തിൻ്റെ തലയാണ്. മറുവശത്ത് ആദാം നാശത്തിലേക്ക് പോയ മനുഷ്യകുലത്തിൻ്റെ തലയായി നിൽക്കുന്നു. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ വിശദമായിട്ട് പൗലോസിൻ്റെ ഈ താരതമ്യം, അതെങ്കിൽ വൈരുദ്ധ്യം, വ്യത്യാസം ആദാമും ക്രിസ്തുവും തമ്മിൽ റോമലേഖനം 5 കൈകാര്യം ചെയ്യുകയാണ്. പൗലോസിൻ്റെ പ്രയോഗം നമ്മൾ ഉപയോഗിച്ചാൽ ഒന്നാം ആദാം, ഒടുക്കത്തെ ആദാം എന്ന വാക്ക് പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയപ്പോൾ ഉപയോഗിച്ച പ്രയോഗങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള പാഠങ്ങളിൽ പറഞ്ഞതുപോലെ പൗലോസ് ഉപയോഗിക്കുന്ന ഈ വാദപ്രതിവാദത്തിനും വിവാദങ്ങൾക്കും ഇടവരുത്തിയിട്ടുള്ള ഈ വേദഭാഗം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും അസാധ്യമല്ല. ആദ്യം 2 ആദാമിനെ അവതരിപ്പിക്കുകയാണ്. 5 റോമലേഖനം 12 മുതൽ 14 വരെ വായിച്ച് നമുക്ക് ആരംഭിക്കാം. റോമർ 5 12 മുതൽ 14 വരെ മാത്രം വായിക്കുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. 14 വാക്യം. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു.
അപ്പോൾ ഇവിടെ വിവാദപരമായി ഈ വേദഭാഗം ആരംഭിക്കുമ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന വാക്കാണ് അതുകൊണ്ട്. എന്താണ് ആ ബന്ധം? ചിലർ 11ാമത്തെ വാക്യം മാത്രം ബന്ധപ്പെടുത്തും. 11ാം വാക്യം റോമർ 5 അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു 11ാം വാക്യം. അതുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തും. മറ്റു ചിലർ 1ാം വാക്യം മുതൽ 11 വരെയുള്ള വാക്യം ബന്ധപ്പെടുത്തും, അല്ലെങ്കിൽ 4 അധ്യായങ്ങളെ ബന്ധപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ പിന്നിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തുകയാണ്. മറ്റൊരു വ്യാഖ്യാനം നൽകപ്പെടുന്നത് ക്രിസ്റ്റോസ്റ്റം എന്ന് പറയുന്ന ആദിമ സഭാപിതാക്കന്മാരിൽ ഒരുവനായ ക്രിസ്റ്റോസം, അതായത് 347 AD മുതൽ 407 AD വരെ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവാണ് ആദിപിതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ക്രിസ്റ്റോസം പറയുന്നത്. ഇതിലുള്ള വ്യാഖ്യാനം പറയുന്നത് യഹൂദന്മാരുടെ എതിർപ്പിന് മറുപടി പറയുകയാണ് പൗലോസ്. യഹൂദന്മാർ പൗലോസ് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പഠിപ്പിച്ച മരണവും രക്ഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിപ്പിച്ചതിനെ എതിർക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മരണം സകല മനുഷ്യർക്കും രക്ഷ ഒരുക്കപ്പെട്ടു, രക്ഷ കൊണ്ടുവരാൻ കാരണമായി എന്ന് പഠിപ്പിച്ച പൗലോസിൻ്റെ പഠനത്തെ യഹൂദന്മാർ എതിർക്കുകയാണ്. യഹൂദന്മാർ ഒരു കാര്യം വിശ്വസിച്ചു, അതായത് ഒരു മനുഷ്യൻ്റെ പാപം, അല്ലെങ്കിൽ ആദാമിൻ്റെ പാപനിമിത്തം ഭൂമിയിൽ ഒരു ദുരന്തം വന്നു എന്നുള്ളത് അവർ സമ്മതിക്കുന്നു. ഇവിടെയാണ് പൗലോസ് പക്ഷേ പഠിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ മരണം യഹൂദനെന്നല്ല പ്രജാതി എന്നല്ല എല്ലാവർക്കും രക്ഷയ്ക്കുള്ള വാതിൽ തുറന്നു തരികയാണ് എന്ന് പഠിപ്പിക്കും. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പൗലോസ് ഇവിടെ ഇവർ വിശ്വസിക്കുന്നതിൽ നിന്ന് അതെടുത്ത് ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നല്ലോ ഒരു മനുഷ്യനിലൂടെ, അതായത് ആദാമിലൂടെ ഒരു വലിയ ദുരന്തം ലോകത്തിൽ വന്നു, അതുപോലെ മറ്റൊരു മനുഷ്യനായ ക്രിസ്തുവിലൂടെ വിജയവും ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഈ വേദവചനത്തിനുള്ള ഒരു ന്യായമെന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്നു. എന്തു തന്നെയായാലും ബന്ധം എന്തു തന്നെയായാലും നമ്മൾ ആദ്യ ആദാമിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പൗലോസിലൂടെ വ്യക്തമായി തുടങ്ങുന്നത് ഏക മനുഷ്യനാൽ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യനാരാണ്? ആദാമാണ്. അതിൻ്റെ 14ാം വാക്യത്തിൽ തന്നെ വ്യക്തമായി പറയും, വരുവാനുള്ള പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി. അപ്പോൾ ഏക മനുഷ്യനെന്ന് ഉദ്ദേശിച്ചത് ആദാമിനെ കുറിച്ചാണെന്ന് അതേ ഭാഗത്ത് തന്നെ 14ാം വാക്യത്തിൽ പറയുന്നു. അപ്പോൾ ആദാമിലൂടെയാണ് പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നത്. ഒരു പക്ഷേ നമ്മൾ പെട്ടെന്ന് എതിർക്കും, അയ്യോ ആദ്യം പഴം കഴിച്ചത് ആദാമല്ലല്ലോ. ശരിയാണ്, ആദാമല്ല ആദ്യം പഴം കഴിച്ചത്. അത് പൗലോസിന് നല്ലപോലെ ബോധമുണ്ട്. ആദാമല്ല ആദ്യം വിലക്കപ്പെട്ട കനി കഴിച്ചത്. അത് ആദ്യം കഴിച്ചത് ഹവ്വയാണ്. ആദാം രണ്ടാമതാണ് കഴിച്ചത്. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3ാം അധ്യായം 6ാം വാക്യം വായിക്കുമ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറയുമ്പോൾ, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്ന് ഭർത്താവിന് കൊടുത്തു. അപ്പോൾ ആദ്യം ഫലം പറിച്ച് തിന്നത് സ്ത്രീയാണ്, ഹവ്വയാണ്. പിന്നീടാണ് ഭർത്താവിന് കൊടുത്തത്. പക്ഷേ ഇവിടെ ആദാമിലൂടെ പാപം വന്നു, ഏക മനുഷ്യനാൽ പാപം വന്നു, പാപത്താൽ മരണലോകത്തിൽ കടന്നു പറയുന്നു. ആദാം ദൈവം സ്ഥാപിച്ച ആദ്യ കുടുംബത്തിൻ്റെ തലയാണ്. കുടുംബനാഥനാണ് ഉത്തരവാദിത്വം. എഫേസ് ലേഖനം 5ാം അധ്യായത്തിൻ്റെ 23ാം വാക്യത്തിൽ ദൈവം സ്ഥാപിച്ച കുടുംബത്തിൽ ദൈവം ചില വ്യവസ്ഥകൾ നൽകിയിട്ടുണ്ട്. എഫേസർ 5:23 പറയുന്നത്, ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാണ്. ആത്മീയമായി ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചത് ഭർത്താവിനോടാണ്. ഭർത്താവിനോട് ദൈവം കണക്ക് ചോദിക്കും. ആദ്യം ഭാര്യയും തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെങ്കിലും ഭർത്താവിനോടാണ് കണക്ക് ചോദിക്കുന്നത്. ഭർത്താവാണ് സംരക്ഷിക്കേണ്ടത്, കുടുംബത്തെ പരിപാലിക്കേണ്ടത്. ആദാം കുടുംബനാഥൻ എന്ന നിലയിൽ കുറ്റക്കാരനാണ്. ഹവ്വയാണ് പറിച്ചു കൊടുത്തെങ്കിലും ആദാമാണ് കുറ്റക്കാരൻ. അതുകൊണ്ട് ആദാമാണ് കണക്ക് കൊടുക്കേണ്ടത്. കാരണം ആദാമിനോടാണ് കൽപ്പന. ഉൽപ്പത്തി പുസ്തകം 2ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെ ദൈവം ആദാമിനോടാണ് കൽപ്പിച്ചത്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 2ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെ വായിച്ച് നോക്കുമ്പോൾ ദൈവം ആദാമിനോട് വ്യക്തമായിട്ട് കൽപ്പിച്ചു, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ഇവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചുകൊണ്ട് ആദാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ, ആദാം എന്ന വാക്ക് പേരിൻ്റെ ഒരു അർത്ഥം തന്നെയാണ്. മനുഷ്യരോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നിങ്ങളെന്നല്ല ഉപയോഗിച്ചത്, നീ മരിക്കും. അപ്പോൾ ആദാമിനോടാണ് കൽപ്പന. മാത്രമല്ല തിമോത്തിയോസിലെ 1ാം ലേഖനം 2ാം അധ്യായത്തിൻ്റെ 14ാം വാക്യത്തിൽ പൗലോസ് മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കും. 1 തിമോത്തിയോസ് 2ാം അധ്യായം 14ാം വാക്യം. ഇവിടെ പൗലോസ് ഇപ്രകാരം പറയുന്നു, ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു,
പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ എത്ര വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലകപ്പെട്ടത്. ആദാം വഞ്ചിക്കപ്പെട്ടതല്ല, സ്ത്രീ വഞ്ചിക്കപ്പെട്ടു, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ആദാം വഞ്ചിക്കപ്പെട്ടതല്ല. ആദാമിന് നല്ല ബോധമുണ്ട്, വ്യക്തമായ ബോധ്യമുണ്ട് താൻ ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. അപ്പോൾ ആ വിധത്തിലെല്ലാം ആദാം ഏക മനുഷ്യൻ. ആദാമിൻ്റെ പാപത്താൽ, അനുസരണക്കേടിനാൽ വന്ന ആദ്യത്തെ ഭവിഷ്യത്ത് എന്താണ്? പാപം ലോകത്തിലേക്ക് കടന്നു. പാപം നേരത്തെ ഉണ്ടായിരുന്നു, ഭൂമിയിലില്ലായിരുന്നു. പക്ഷേ പത്രോസിൻ്റെ ലേഖനത്തിൽ 2-ാം ലേഖനം വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ, ഏദൻ തോട്ടത്തിൽ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ദൂതന്മാരുടെ ഇടയിൽ ഈ സംഭവം നടന്നു. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നിത്യദണ്ഡനത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം പാപം ദൂതന്മാരുടെ നടുവിൽ നടന്നു. പക്ഷെ ആദാമിൻ്റെ പാപം, പുതുതായി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രതലം, നാം ഭൂമി എന്ന് വിളിക്കുന്ന ഈ വാസസ്ഥലത്തിലേക്ക് ആദ്യമായി പാപത്തെ കൈപിടിച്ചു കൊണ്ടുവന്നത് ആദാമാണ്. ആദാമിൻ്റെ പാപം കൊണ്ടുവന്ന മറ്റൊരു ഭവിഷ്യത്ത്, മറ്റൊരു അനന്തരഫലം മരണം. ആദ്യം പാപം, പാപയോത്താവിൽ മരണം, മരണലോകത്തിലേക്ക് കടന്നു. പാപത്തിലൂടെയാണ് മരണം വരുന്നത്. പാപമുള്ളിടത്താണ് ആത്മീയ മരണം സംഭവിക്കുന്നത്. മരണമെന്ന വാക്ക് യവന ഭാഷയിൽ താനറ്റോസ് എന്ന വാക്കാണ്. ഇതിൻ്റെ പല രൂപം 30 തവണ റോമാലേഖനത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആ മരണമെന്ന വാക്കിൻ്റെ അകത്തുള്ളൊരു അന്തർലീനമായൊരു അർത്ഥം വേർപെടുക എന്നുള്ളതാണ്. ഭൗതിക മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും പ്രാണനും തമ്മിൽ വേർപെടുക. യാക്കോബ് 2:26 ജീവനില്ലാത്ത ശരീരം, നിർജീവം. യാക്കോബ് 2:26. ആത്മീക മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വേർപെടുക. യെശയ്യാ 59:1-2 എൻ്റെ കൈ കുറുകിയതല്ല, എൻ്റെ ചെവി മന്ദമായതല്ല, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെ എന്നെ തമ്മിൽ ഭിന്നിപ്പിച്ചത്. എഫേസ്യർ 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായെന്ന്. 1 തിമോത്തിയോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 1 തിമോത്തിയോസ് 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ. അപ്പോൾ ഇവിടെ എല്ലാം കാണുന്നത് മരണത്തിന് വിവിധ ഉപയോഗമാണ്. കൂടാതെ ദുഷ്ടനായ മനുഷ്യൻ ദൈവസന്നിധി എന്നേക്കുമായി മാറ്റപ്പെടുന്നതിനെ, നിത്യമായി വേർതിരിക്കപ്പെടുന്നതിനെ നിത്യമരണം, 2-ാം മരണമെന്ന് വെളിപാട് പുസ്തകം 20-ാം അധ്യായം 6-14 വാക്യത്തിൽ കാണാം. അപ്പോൾ ആദാമിൻ്റെ പാപത്തിൽ, ആദാമിൻ്റെ അനുസരണക്കേടിനാൽ ആദ്യം പാപം വന്നു, രണ്ടാമത് മരണം കടന്നു വന്നു. അപ്പോൾ ഇവിടെ റോമർ 5:12 അതുകൊണ്ട് ഏക മനുഷ്യരിൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇവിടെ മരണമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ തരത്തിലുള്ള ദുരന്തം. ആദാം മനുഷ്യകുലത്തിന് നടുവിലേക്ക് കൈപിടിച്ച് കയറ്റിയ സകലവിധമായ ദുരന്തങ്ങളും, ഭൗതിക മരണം തുടങ്ങി ആത്മിക മരണം തുടങ്ങി സകലതും ദൈവം ആദാമിൻ്റെ വ്യക്തമായി പറഞ്ഞു, ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നാൽ നീ മരിക്കും. ഉൽപ്പത്തി 2:17, 3:19. പക്ഷെ ആദാം അനുസരണക്കേട് കാണിച്ചു. ആദാം അത് കേട്ടില്ല, അനുസരണക്കേട് കാണിച്ചു. ആ പഴം നീട്ടിയപ്പോൾ വാങ്ങിച്ച് കഴിച്ചു. ഇപ്പോൾ ശാരീരിക മരണമെന്ന ശാപം ആദാമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. കാരണം അവിടെ പറയുന്നത് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദാമിൽ മാത്രം ഒതുങ്ങിയില്ല മരണം. ആദാമിലൂടെ മരണം ലോകത്തിലേക്ക് പരന്നു. അവിടെയുള്ള എല്ലാം മരിക്കാൻ തുടങ്ങി. ലോകത്തിൽ മരണം കടന്നു, എല്ലാ മേഖലകളിലും വ്യാപിച്ചു. എല്ലാവരും മരിച്ചു എന്ന വാക്ക് ആദ്യമായി ഉൽപ്പത്തി 5 ആദ്യമായി ഹായീൻ ഹാബേൽ എന്ന സഹോദരനെ തല്ലിക്കൊന്നു. മരണമോടെ ഭീവത്സമായ താണ്ഡവമാടാൻ തുടങ്ങി. പാപം കൊണ്ടുവന്ന ഫലം. ഒരിക്കൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗമനങ്ങളെക്കുറിച്ച് ഒരിടത്തൊരു ഡോക്ടർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ലെക്ചർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞ ആധുനിക വൈദ്യശാസ്ത്രം ലോകത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. പക്ഷേ എന്നിട്ട് കൂട്ടിച്ചേർത്തു, മനുഷ്യൻ്റെ മർത്യത ആ നിരക്ക് ഇനിയും കുറഞ്ഞിട്ടില്ല, 100% തന്നെയാണ്. മനുഷ്യരെന്നും മരിക്കുന്നവനാണ്. ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയധികം ഉന്നതത്തിൽ എത്തിയിട്ടും മനുഷ്യരെന്നും മരിക്കുന്നു. തുടരാൻ നമുക്ക് അടുത്ത ദിവസം ഈ വിഷയത്തിൻ്റെ പഠനത്തിൽ ആദാമും ക്രിസ്തുവും. ആദാമിൽ എന്തൊക്കെ തകർന്നു വീണോ ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ അതിൻ്റെ മറുപടി തരികയാണ്, പുനഃസ്ഥാപനം തരികയാണ്, നമ്മളെ പിടിച്ചുയർത്തുകയാണ്. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ദൈവം എത്ര വലിയവനാണ്. ദൈവം തിരിഞ്ഞു നടന്നില്ല, നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല, നമ്മളെ വീണ്ടെടുക്കാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ തൻ്റെ പുത്രനെ തന്നു, തൻ്റെ പുത്രനായ കർത്താവ് യേശുവിനെ. ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമമില്ല. ആ പുത്രനിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, പുത്രനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒടുക്കത്താദമായ യേശു ക്രിസ്തുവിലൂടെ ജീവങ്കിലേക്ക് നാം നയിക്കപ്പെടുകയാണ്. നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസം. താങ്ക് യു.